കോടിമത സഞ്ചാരികളുടെ പർദീസയായ വേമ്പനാട്ട് കായലിന്റെ കവാടങ്ങളിൽ ഒന്ന്. ആലപ്പുഴ, കൊച്ചി തുറമുഖങ്ങളിലേക്ക് മലഞ്ചരക്ക് വ്യാപാരികൾ സഞ്ചരിച്ചിരുന്നത് ഇതുവഴിയാണ്. അന്ന് കേവുവള്ളങ്ങളുടെ രാപകലില്ലാത്ത യാത്ര. റാന്തൽ വിളക്കായിരുന്നു ഹെഡ്ലാമ്പ്. ഊന്നുകാരുടെ കൂകുവിളിയായിരുന്നു എയർഹോൺ. മൺകലം, മൺചട്ടി, മൺപാത്രം എല്ലാം വള്ളങ്ങളിലുണ്ടാവും. പാചകവും ഊണും ഉറക്കവുമെല്ലാം വള്ളങ്ങളിൽ തന്നെ. ഒരു വിധത്തിൽ ഒരു പ്രകൃതി ജീവനം. കുരുമുളക്, ഏലം, ചുക്ക്, അടയ്ക്ക ഇത്യാദി മലഞ്ചരക്കുകളായിരുന്നു പടിഞ്ഞോട്ടുള്ള യാത്രയിൽ. അരി, കയർ, തഴപ്പായ, ഉണക്കമീൻ, കപ്പൽ വഴിയെത്തുന്ന വിദേശ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ടാകും തിരിച്ചുള്ള വള്ളങ്ങളിൽ. നെഹ്റു ട്രോഫി ജലമേള ആരംഭിക്കുവാൻ നിമിത്തമായ നെഹ്റുവിന്റെ സന്ദർശനത്തിന് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള ജലയാന പാത്രം ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയതും ഇതുവഴി തന്നെ. എന്നാൽ ഇന്നോ ഇതുവഴി ഒഴുകുന്നത് സുഖലോലുപതിയുടെ ഉച്ഛിഷ്ടമായ മാലിന്യങ്ങൾ മാത്രം. മഴയെത്തുന്നതോടെ മലനാട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും തെർമോക്കോളും മുതൽ ടിവിയും കമ്പ്യൂട്ടറും വരെ മെയ് മാസം മുതൽ ഡിസംബർ വരെയുള്ള മാലിന്യത്തിന്റെ ഉരുൾപൊട്ടലിൽ കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ആമ്പലിലും താമരയിലും ഈ മാലിന്യങ്ങൾ തടഞ്ഞു നിൽക്കുന്നതോടെ വെട്ടിക്കാട് മുതൽ ആർ ബ്ലോക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വേമ്പനാട്ട് കായലിന്റെയും കുട്ടനാടിന്റെയും ദീനരോധനമുയരും. മീനച്ചിലാറ്റിൽ കൂടി ഒഴുകി വന്ന് പുത്തനാറ്റിൽ വന്നിട്ട് അവിടുന്ന് പടിഞ്ഞാട്ട് ഒഴുകി ആലപ്പുഴ ലേക്കുള്ള റൂട്ടിൽ വന്നിട്ട് മുംബൈൻ്റെ പാടശേഖരത്തിൻ്റെ ദരിശിലേക്ക് വന്നത് കൊള്ളുകയാണ്. ഇവിടുന്ന് പിന്നെ അത് പോകുന്നില്ല. ഇവിടെ കിടന്നാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്. മടകൾ വഴി പാടത്ത് കയറുന്നു. അതുപോലെ തന്നെ ഈ ദരിശിലുള്ള വെള്ളങ്ങളെല്ലാം അശുദ്ധമാവുകയും ചെയ്യും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതാണ് കൊതുമ്പ് വള്ളങ്ങളിൽ അക്കരെ ഇക്കരെ തുഴഞ്ഞ് ഉപജീവനം കഴിച്ചിരുന്ന നിർധനരായ കുട്ടനാട്ടുകാർക്ക് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കേണ്ട കുടംപുളിയും തേങ്ങയും ഒക്കെ പണ്ട് ഈ വെള്ളത്തിലൂടെ ഒഴുകിയെത്തിയിരുന്നു. ഇന്ന് പൊട്ടിയ കുപ്പിയും ട്യൂബ്ലൈറ്റും മൂലം പാടത്ത് പോലും കാലുകുത്താൻ ഇവർ ഭയപ്പെടുന്നു. മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരി പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഈ ആറ്റിലിറങ്ങി കുളിക്കാൻ തന്നെ ഇപ്പം മടിയാണ്. കുടിക്കാൻ പോലും കൊള്ളത്തില്ലേ? കാരണം കുടിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ വിലയ്ക്ക് മേടിക്കാനോ വെള്ളം എങ്കിൽ തന്നെയും ഇവിടെ കുളിക്കുമ്പോൾ കൈകാലുകളിൽ ചൊറിച്ചിലും അതുപോലുള്ള എല്ലാം ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. വയറിളക്കവും കോളറയും ഈ പ്രദേശങ്ങളിൽ നിത്യ സന്ദർശകരാണ്. മാലിന്യങ്ങളൊക്കെ ഒഴുകി വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. എല്ലാ അണുക്കളും ഒഴുകി ഞങ്ങളുടെ ഭാഗത്ത് തന്നെ വന്നെത്തുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ. പിന്നെ അതാണെങ്കിലും ഇവിടെ കൂടുതലേ മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അതിൽ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകി വരുന്നതുകൊണ്ട് മത്സ്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടൊക്കെയാണ്. ഞങ്ങൾക്കിവിടെ പിന്നെ കുടിവെള്ളത്തിനാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കുടിക്കാൻ പോലും ഇവിടെ എങ്ങും വെള്ളമില്ല. ഞങ്ങൾ കോട്ടയത്തിന് പോയി വേണം വെള്ളം കൊണ്ടുവന്നിട്ട് കുടിക്കാനായിട്ട്. ഈ മാലിന്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഒഴുകി വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ എപ്പോഴും അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ കുളിക്കുന്നതും എല്ലാം ചെയ്യുന്നതും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ക്ഷീണം തന്നെയാണ്. കൊതുകിന്റെ സുഖവാസ കേന്ദ്രം തന്നെയാണ് ഇവിടത്തെ പ്ലാസ്റ്റിക് നിറഞ്ഞ ചതുപ്പ് നിലങ്ങൾ. എൻ്റെ പേര് ബീന എന്നാണ്. വെട്ടിക്കാട്ട് വളരെ മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വെള്ളത്തിനൊക്കെ ദുരിതമാണ്. ഇവിടെ കുപ്പികൾ ആവശ്യമില്ലാത്ത മീൻ ചത്ത ചീഞ്ഞത് ഇതെല്ലാം ഒഴുകി വന്നിട്ട് കൊതുക് ശല്യം കൂടുതലുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക്. രാത്രി ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടാണെങ്കിലും മുറ്റത്തിറങ്ങാൻ പോലും പാടില്ലാതെ വെള്ളം ഈ പാടശേഖരങ്ങളിൽ നിന്നുള്ളതെല്ലാം വന്ന് ഏറ്റവും ആയിട്ട് ചെള്ളയും വെള്ളമായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഈ മാലിന്യം ഒഴി വന്നുകൊണ്ട് കൊതുക് വെളുക്കുന്ന നമ്മുടെ കൊതുകിൻ്റെ ശൈല്യം കൊണ്ട് ഒരു തരത്തിലും കിടക്കാൻ പറ്റും. ശ്വാസം മുട്ടൽ വിമ്മിട്ടും വയറ്റിനകത്ത് വേദന, ഭയങ്കര വേദനയാണ് വരുന്നത്. അതിപ്പോൾ ആ വേദനയ്ക്ക് ഇന്ന് ആശുപത്രിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരുന്നപ്പോഴാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നത്. അലർജിയും ചർമ്മരോഗങ്ങളും ഈ അന്തരീക്ഷത്തിൽ സ്വാഭാവികം മാത്രം. എൻ്റെ പേര് കുഞ്ഞമ്മ. ഇവിടെ എല്ലാം ഞങ്ങൾക്ക് ഈ കോരാനൊക്കെ പോകുന്നത് ഈ അഴുക്കെല്ലാം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് വായിൽ പോലും വെള്ളം ഒഴിക്കാൻ മേലാത്ത ഒരു രംഗത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഈ അഴുക്ക് വെള്ളം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ കിട്ടുന്നില്ല.
ഈ അഴുക്കെല്ലാം അളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ പോലും മനുഷ്യന് ബുദ്ധിമുട്ടാണ്. ഈ ദേഹം എല്ലാം ചൊറിഞ്ഞ് തടിക്കുക. മഴ പെയ്യുന്ന സമയത്ത് ഈ കോട്ടയം ടൗണിൽ നിന്നും അതുപോലുള്ള ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, ഈ കണ്ടുകിടച്ചാതി എല്ലാ സാധനങ്ങളും ഒഴുകി ഈ ആറ്റിൽ ഒഴുകി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ഇപ്പം പണി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ ആറ്റിലെ വെള്ളമാണ് ഞങ്ങൾ ചിലപ്പം കുടിക്കുവാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കയ്യും കാലും പോലും കഴുകാൻ കൊള്ളാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ വെള്ളത്തിൽ. നമുക്ക് ചൊറിച്ചിലൊക്കെ എടുക്കും, നമ്മുടെ കയ്യെ കഴിയാൻ നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ, വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഈ വെള്ളം തന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഈ വെള്ളത്തിൽ തന്നെയാണ് കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മിക്കവാറും കുട്ടികൾക്ക് കുളിച്ച് കയറി കഴിയുമ്പോൾ മിക്കവാർക്കും അവർക്ക് ഈ ശ്വാസം മുട്ടൽ, പനിയുടെ കൂടുതലും പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളാണ് കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ ഈ കൊച്ചു പിള്ളേരല്ലേ, അവരെയൊക്കെ ഈ വെള്ളത്തിൽ വെള്ളമല്ല വേറെ മാർഗ്ഗമില്ല കുളിപ്പിക്കാനൊക്കെ. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ വെള്ളം കുളിച്ചുകൊണ്ടാണ് അവർ സ്കൂളിൽ പോകുന്നത്. പക്ഷേ എങ്കിൽ അവർക്ക് കൂടുതലും ചുമയും അതുപോലെ കൈകാലൊക്കെ ചൊറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിദേശികൾ ഇവിടെ വരുന്നതും പിന്നെ നമ്മുടെ ടൗണിൽ നിന്നൊക്കെ വരുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യ കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മുടെ വെള്ളം നേരത്തെ ഈ വെള്ളമായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഒരു കാരണവശാലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഈ മാലിന്യ പ്രശ്നമാണ് ഇവിടെ ഏറ്റവും. ഈ വെള്ളത്തിന് മുഴുവൻ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 100% മാലിന്യ പ്രശ്നമാണ് ഇതിൻ്റെ അത്. ഇത് ഉപയോഗിക്കാൻ പോലും കൊള്ളാത്ത തരത്തിൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് ഉപയോഗിക്കുന്നവർ തന്നെ മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കണം. ഞാൻ ഉപയോഗിച്ച ഈ കുപ്പി വലിച്ച് ഈ തോട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ആറ്റിലേക്ക് എറിയുമ്പോൾ ഇത് മാലിന്യ പ്രശ്നമായിട്ട് മാറുമെന്ന്. അവനവൻ്റെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വേസ്റ്റ് എടുത്ത് നമ്മൾ ഈ തോട്ടിലോട്ട് എറിയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കേണ്ടതാണ്. ഈ വെള്ളം മാലിന്യമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇത് ഒരു 1% ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളവും. ഇപ്പോൾ പുണ്യമായ ഒരു നദിയായിരുന്നു ഈ നദി. മനുഷ്യൻ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോഴും പുണ്യമായ ഒരു നദി തന്നെ. ഈ വെള്ളം നശിപ്പിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ കുറച്ചുകൂടെയൊക്കെ നിയന്ത്രിച്ചാൽ ഈ വെള്ളം വളരെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു പുറമെ കൃഷിയിടങ്ങളിൽ ധാരാളം കീടനാശിനിയും കളനാശിനിയും ഉപയോഗിക്കുന്നുണ്ട്. മീൻപിടുത്തത്തിനായി അപൂർവമായാണെങ്കിലും ചാലുകളിൽ മാരക വിഷങ്ങൾ ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം കൃഷിയിടത്തിന് മധ്യേ ഒഴുകുന്ന ചെറു തോടുകൾ വഴി ആറ്റിലെത്തി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുമായി ചേരുന്നത് മൂലം ഇവിടം ഒരു കാളകൂട സഞ്ചയം തന്നെയായിട്ടുണ്ട്. കടയിൽ സാധനം മേടിക്കാൻ ചെന്നാലും ഒരു കൂടിനകത്തിട്ടാണ് സാധനം തരുന്നത്. പേപ്പറിൽ പൊതിഞ്ഞൊന്നും തരാറില്ല. അതുപോലെ തന്നെ ഈ ആറ്റിക്കൂടെ ഒഴുകി വരുന്ന മലിനമായ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് എല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരുപാട് രോഗങ്ങൾ അതുമൂലം ഉണ്ടാകുന്നുണ്ട്. കൊതുകൊക്കെ മുട്ടയിട്ടിട്ട് ഈ കുഞ്ഞുങ്ങളാണേലും ഇവിടെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കാരണം എങ്ങനെയെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് നിരോധിച്ചാൽ വളരെ ഉപകാരം. ഈ അവസ്ഥയിൽ നിന്ന് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉടലെടുക്കുന്നുണ്ടോ എന്നത് പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ചപ്പ് ചവറ് ഇങ്ങനെ ഇത് കണ്ടില്ല, കാരണം തള്ളിയിട്ടിരിക്കുന്ന കൂടാതെ ഈ കണ്ടത്തിൽ നിന്നുള്ള വിഷവും വെള്ളമെല്ലാം അവിടെ അടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ദോഷങ്ങൾ മത്സ്യങ്ങൾക്കും ഉണ്ടാകും. ഇപ്പോൾ ഇത്ര കൂടുതലായിട്ട് തുടങ്ങിയിട്ട് ഒരു 5-8 വർഷമായുള്ളൂ, 8-10 വർഷമായുള്ളൂ. ഇത്ര ഇതായിട്ട് പ്ലാസ്റ്റിക് കുപ്പി ചവറും ഇതെല്ലാം തള്ളാന്ന് ഒരു 8-10 വർഷത്തിൽ കൂടുതലായിട്ട്. അതിനു മുമ്പ് ഉണ്ടെങ്കിലും ഇത്രയില്ല. ഈ പ്ലാസ്റ്റിക് നിർത്താമെങ്കിൽ തന്നെ പകുതി ഇത് വരും. പ്രത്യേകിച്ച് ആരെയും പ്രതിപട്ടികയിൽപ്പെടുത്തുവാൻ കഴിയാത്ത വിധം വിഷയം സങ്കീർണമാണ്. കാരണം കോട്ടയം നഗരസഭയിലെ തൊഴിലാളികൾ മഴയത്ത് പോലും ജോലി ചെയ്യുന്ന കാഴ്ച സാധാരണമാണ്. മാത്രമല്ല മാലിന്യം ഒഴുകിയെത്തുന്നത് കോട്ടയം പട്ടണത്തിൽ നിന്ന് എന്നതിനേക്കാളേറെ മീനച്ചിലാർ എവിടെയൊക്കെ ഒഴുകുന്നുണ്ടോ അവിടെ നിന്നെല്ലാമാണ്. ഈ വെട്ടിക്കാട് പ്രദേശം എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം. ഇവിടെ മുഴുവൻ മാലിന്യം, കുടിവെള്ളം ഇല്ല. പ്ലാസ്റ്റിക് ചാക്കിനകത്ത് ഇഷ്ടം പോലെ വേസ്റ്റുകൾ, കുപ്പികൾ, മലിനമായ സാധനങ്ങൾ മുഴുവൻ 2000 പോലെ ഇത് വരാൻ തുടങ്ങി. ഇപ്പം ഏറ്റവും കൂടുതൽ വന്നത് 2005, 2006, 2013. ഇവർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഏതാണ്ട് 10 വർഷമായി മാലിന്യം വൻതോതിൽ ഒഴുകിയെത്തുവാൻ തുടങ്ങിയിട്ട് ഇതുവരെ അത് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു. അതിനർത്ഥം ഈ 10 വർഷത്തെ മാലിന്യം ഇവിടെ എവിടെയോ ഒക്കെയായി തങ്ങി നിൽപ്പുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വേസ്റ്റുകളാണ് ഈ വെള്ളം മുഴുവൻ നിറഞ്ഞ് കിടക്കുന്ന മുഴുവനും. അത് നമുക്ക് വായി പോലും കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ വെള്ളം കിടക്കുന്നത്.
പിന്നെ ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വെള്ളം കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോകും. പിന്നെ ഈ സൈഡിൽ നിന്നൊക്കെ തന്നെ വെള്ളം പുറത്തു നിന്ന് ഈ ആറ്റിൽ നിന്ന് വന്ന് വീണ്ടും എടുത്ത് ആണ് ജോലിക്കാർ കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ മാലിന്യമെല്ലാം വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്നത് തടയുന്നതിന് കർശനമായ നിയമ നടപടികളും ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് ഗൗരവമുള്ള പഠനങ്ങളും ആവശ്യമാണ്. എൻ്റെ പേര് രാജു. ഞങ്ങൾ ഈ ആറ്റിൽ വെള്ളം തന്നെ കോരി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിയുടെ വേസ്റ്റും പണ്ടവും പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴുകി വരുന്നത് ഈ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും, വർഷങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ. ഞങ്ങൾക്ക് 1 മണിക്കൂർ വേണം കോട്ടത്തിൽ കയറണമെങ്കിൽ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്തുക, മാലിന്യ നിർമ്മാർജ്ജനത്തിന് കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങിയ സംഘടനകളുടെ സേവനം സ്ഥിരമായി ലഭ്യമാക്കുക. മെയ് മുതൽ ഡിസംബർ വരെയുള്ള മഴക്കാലത്ത് കോടിമത ജെട്ടിക്കും മീനച്ചിലാറിന്റെ ഇതര ശാഖകളുടെ പതനസ്ഥാനത്തോട് ചേർന്നും ജലത്തിന്റെ ഉപരിതലത്തിൽ നെറ്റ് സ്ഥാപിച്ച് മാലിന്യം തടഞ്ഞു നിർത്തി എല്ലാ ദിവസവും അത് നീക്കം ചെയ്യുക. ഇതിനെല്ലാം മീനച്ചിലാർ ഒഴുകുന്ന പാല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനവും ലഭ്യമാക്കുക തുടങ്ങി അനവധി നിർദ്ദേശങ്ങൾ തദ്ദേശവാസികളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിലും ഒരു വിദഗ്ധ പഠനത്തിന്റെ വെളിച്ചത്തിലുള്ള സ്ഥിരമായ സംവിധാനമാണ് ഉരുത്തിരിയേണ്ടത്. ഇതാ ഈ ദുരന്തമനുഭവിക്കുന്ന പാവങ്ങൾ വീണ്ടും തുഴയെറിയുന്നു. ആരും മൂക്കുപൊത്തുന്ന ഈ മാലിന്യത്തിലേക്കു തന്നെ, കാലവർഷക്കെടുതിയുടെയും വിളനഷ്ടത്തിന്റെയും കടം വീട്ടാൻ, കുടിലിൽ തീ പുകയ്ക്കാൻ. ഒന്നും അറിയാതെ പുസ്തകഭാണ്ഡവും പേറി പുഞ്ചിരിച്ച് ഒരുങ്ങി നിൽക്കുന്ന പിഞ്ചു പൈതലിന് ഫീസും ഭക്ഷണപ്പൊതിയും കൊടുക്കുവാൻ എല്ലാറ്റിനും ഇവർക്കാശ്രയം ഈ കായലും നിലവും തന്നെ. കോട്ടയത്തും പാലായിലും തൊടുപുഴയിലും ശബരിമലയിലുമെല്ലാം മിനറൽ വാട്ടർ കുടിച്ച് ഉന്മേഷവാന്മാരായി പ്ലാസ്റ്റിക് കുപ്പിയും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയുന്നവർ അറിയണം, അവർ അശുദ്ധമാക്കുന്നത് ഒരു നാടിന്റെ മുഴുവൻ ജീവജലമാണെന്ന്, പ്രാണവായുവാണെന്ന്.